നമസ്കാരം. നഴ്സസ് മോട്ടീവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മസ്കുലാർ സിസ്റ്റമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് മസിൽസ് ഓഫ് ദി തൊറാക്സ് ദാറ്റ് മൂവ് ദി പെക്ടറൽ ഗേർഡിലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ദി മെയിൻ ആക്ഷൻ ഓഫ് ദി മസിൽസ് ദാറ്റ് മൂവ് ദി പെക്ടറൽ ഗേർഡിൽ അഥവാ ഷോൾഡർ ഗേർഡിൽ, ക്ലാവിക്കിൾ ആൻഡ് സ്കാപ്പുല ഈസ്. അതിന് മുന്നേ ഒരു കാര്യം, നമ്മളെ ബോഡിയിൽ മെയിനായിട്ട് 2 ഗേർഡിൽസ് ആണുള്ളത്, ഷോൾഡർ ഗേർഡിൽ ആൻഡ് ഹിപ്പ് ഗേർഡിൽ. ഷോൾഡർ ഗേർഡിലിനെ പറയുന്ന മറ്റൊരു പേരാണ് പെക്ടറൽ ഗേർഡിൽ. പെക്ടറൽ ഗേർഡിൽ വരുന്ന ബോൺസ് ഏതൊക്കെയാണ്? ക്ലാവിക്കിൾ ആൻഡ് സ്കാപ്പുല. ഇത് ഓൾറെഡി ഞാൻ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ പഠിപ്പിച്ചതാണ്, എന്നാലും ഒന്നും കൂടി പറഞ്ഞതേ ഉള്ളൂ. ഈ പെക്ടറൽ അഥവാ ഷോൾഡർ ഗേർഡിലിനെ മൂവ് ചെയ്യുന്ന മസിൽസിൻ്റെ മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് ടു സ്റ്റെബിലൈസ് ദ സ്കാപ്പുല എന്നാണ്. എന്തിനാണ് സ്കാപ്പുലിനെ സ്റ്റേബിൾ ആക്കിയിട്ട് വെക്കുന്നത്? So it can functions as a steady origin for most of the muscles that move the humerus. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അപ്പർ ആമിലുള്ള ബോണിനെയാണ് ഹ്യൂമറസ് എന്ന് പറയുന്നത്. ഈ ഹ്യൂമറസിനെ മൂവ് ചെയ്യണമെങ്കിൽ അതിന് മസിൽസ് വേണം. അപ്പോൾ ഓരോ മസിൽസിനും ഒറിജിൻ, ഇൻസേർഷൻ, ആക്ഷൻ, ഇന്നർവേഷൻ എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഹ്യൂമറസിൻ്റെ മോസ്റ്റ് ഓഫ് ദ മസിൽസ്, ഹ്യൂമറസിന് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ മസിൽസിൻ്റെയും സ്റ്റഡി ഒറിജിനായിട്ട് ഈ സ്കാപ്പുല ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സ്കാപ്പുലിനെ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കുന്നത്. ദ മെയിൻ ആക്ഷൻ ഓഫ് ദി മസിൽസ് ദാറ്റ് മൂവ് ദ പെക്ടറൽ അഥവാ ഷോൾഡർ ഗേർഡിൽ, ക്ലാവിക്കിൾ ആൻഡ് സ്കാപ്പുല ഈസ് ടു സ്റ്റെബിലൈസ് ദ സ്കാപ്പുല. സോ ഇറ്റ് ക്യാൻ ഫങ്ഷൻസ് ആസ് എ സ്റ്റഡി ഒറിജിൻ. അതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. എ സ്റ്റഡി ഒറിജിൻ ഫോർ മോസ്റ്റ് ഓഫ് ദ മസിൽസ് ദാറ്റ് മൂവ് ദ ഹ്യൂമറസ്. ഹ്യൂമറസിന് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരുവിധം എല്ലാ മസിൽസും, മോസ്റ്റ് ഓഫ് ദ മസിൽസ് എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താ പറയുന്നത്? ബിക്കോസ് സ്കാപ്പുല മൂവ്മെൻറ്റ് യൂഷ്വലി അക്കമ്പനി ഹ്യൂമറൽ മൂവ്മെൻറ്റ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ദ മസിൽസ് ഓൾസോ മൂവ് ദ സ്കാപ്പുല ടു ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് മോഷൻസ് ഓഫ് ദ ഹ്യൂമറസ്. ഇവിടെ എന്താ പറയുന്നത്? എപ്പോഴെല്ലാം സ്കാപ്പുലാർ മൂവ്മെൻ്റ് ഉണ്ടോ എന്നരെല്ലാം ഹ്യൂമറൽ മൂവ്മെൻറ്റും ഉണ്ടാവും. ബിക്കോസ് സ്കാപ്പുലാർ മൂവ്മെൻറ്റ് യൂഷ്വലി അക്കമ്പനി ഹ്യൂമറൽ മൂവ്മെൻറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, സെയിം ഡയറക്ഷനിൽ എപ്പോഴെല്ലാം സ്കാപ്പുലാർ മൂവ്മെൻറ്റ് ഉണ്ടോ അവിടെ എല്ലാം ഹ്യൂമറൽ മൂവ്മെൻറ്റ്സും ഉണ്ടാവും ഇൻ ദ സെയിം ഡയറക്ഷൻ. ദ മസിൽസ് ഓൾസോ മൂവ് ദ സ്കാപ്പുല ടു ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് മോഷൻസ് ഓഫ് ദ ഹ്യൂമറസ്. അതായത് നമ്മളെ ഹ്യൂമറസിൻ്റെ റേഞ്ച് ഓഫ് മോഷനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാപ്പുലയിലുള്ള മസിൽസിലും കൂടി മൂവ്മെൻറ്റ് ഉണ്ടാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെ കൈ പൊക്കുമ്പോൾ, അതായത് ഹ്യൂമറസ് പൊക്കുന്ന സമയത്ത് സ്കാപ്പുലാർ മൂവ്മെൻറ്റ് അവിടെ നടന്നിട്ടില്ലെങ്കിൽ നമ്മളെ കൈക്ക് തലേനെയും കാട്ടിയും ഉയരത്തിൽ പൊക്കാൻ പറ്റില്ല. For example, it would not be possible to raise the arm above the head if the scapula did not move with the humerus. ഹ്യൂമറസ് മൂവ് ചെയ്യുന്ന സമയത്ത് സ്കാപ്പുലയും കൂടി ഒന്നിച്ച് മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ തലേനെയും കാട്ടി മുകളിലേക്ക് നമുക്ക് പൊക്കാൻ പറ്റില്ല. ഡ്യൂറിങ് അബ്ഡക്ഷൻ ദ സ്കാപ്പുല ഫോളോസ് ദ ഹ്യൂമറസ് ബൈ റൊട്ടേറ്റിംഗ് അപ്വാർഡ്. അതായത് അബ്ഡക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, മിഡ് ലൈനിൽ നിന്ന് ദൂരോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ആ അബ്ഡക്ഷൻ്റെ സമയത്ത് സ്കാപ്പുല ഹ്യൂമറസിന് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റിംഗ് അപ്വേർഡ്. ഫോളോ ദ ഹ്യൂമറസ് ബൈ റൊട്ടേറ്റിംഗ് അപ്വേർഡ്. ഇനി നെക്സ്റ്റ്, മസിൽസ് ദാറ്റ് മൂവ് ദ പെക്ടറൽ ഗേർഡിലിനെ മെയിനായിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ആൻറ്റീരിയർ ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്തതെങ്കിൽ അതിന് ആൻറ്റീരിയർ തൊറാക്സിക് മസിൽസ് എന്നും, പോസ്റ്റീരിയർ ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്തതെങ്കിൽ അതിനെ പോസ്റ്റീരിയർ തൊറാക്സിക് മസിൽസ് എന്നും പറയുന്നത്. മെയിനായിട്ട് 3 ആൻറ്റീരിയർ തൊറാക്സിക് മസിൽസ് ആണുള്ളത്: സബ്ക്ലേവിയസ്, പെക്ടറാലിസ് മൈനർ, സെറാറ്റസ് ആൻറ്റീരിയർ. പോസ്റ്റീരിയർ തൊറാസിക് മസിൽസിൽ ഏതൊക്കെയാണ് വരുന്നത്? ട്രപ്പീസിയസ്, ലിവേറ്റർ സ്കാപ്പുലെ, റോംബോയിഡ് മേജർ ആൻഡ് റോംബോയിഡ് മൈനർ. ആദ്യം തന്നെ നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്ക്. അതിൻ്റെ അകത്ത് ആൻറ്റീരിയർ തൊറാസിക് മസിൽസ് 3 സബ്ക്ലേവിയസ്, പെക്ടറാലിസ് മൈനറും സെറാറ്റസ് ആൻറ്റീരിയറും ഞാൻ പിങ്ക്, ബ്ലൂ, ഗ്രീൻ ആയിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിങ്ക് കളറിൽ മാർക്ക് ചെയ്തതാണ് സബ്ക്ലേവിയസ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ക്ലാവിക്കിളിൻ്റെ അടിയിൽ സബ് ക്ലേവിയസ്. ഇതെന്ന് പറയുന്നത് ഒരു സ്മോൾ സിലിണ്ട്രിക്കൽ മസിൽ അണ്ടർ ദ ക്ലാവിക്കിൾ ദാറ്റ് എക്സ്റ്റെൻസ് ഫ്രം ദ ക്ലാവിക്കിൾ ടു ദ ഫസ്റ്റ് റിബ്. ഓക്കെ, പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റഡീസ് ദ ക്ലാവിക്കിൾ ഡ്യൂറിങ് മൂവ്മെൻറ്റ്സ് ഓഫ് ദ പെക്ടറൽ ഗേർഡിൽ. പെക്ടറൽ ഗേർഡിലിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ക്ലാവിക്കിളിനെ സ്റ്റഡി ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സബ് ക്ലാവിയസ് എന്ന് പറയുന്ന മസിൽ. അടുത്തത് ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ദ പെക്ടറാലിസ് മൈനർ. അതെന്ന് പറയുന്ന ഒരു തിൻ ഫ്ലാറ്റ് ട്രയാങ്കുലാർ മസിലാണ്. ദാറ്റ് ഈസ് ഡീപ്പ് ടു ദ പെക്ടറാലിസ് മേജർ. പെക്ടറാലിസ് മേജർ എന്ന് പറഞ്ഞ മസിൽസിൻ്റെ ഡീപ്പായിട്ടാണ് ഉണ്ടാകുക, അതിൻ്റെ അടിയിലായിട്ടാണ് പെക്ടറാലിസ് മൈനർ ഉള്ളത്. ഇത് സ്കാപ്പുലൻ്റെ മൂവ്മെൻറ്റാണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് കൂടാണ്ട് നമുക്ക് ഫോസ്റ്റ് ഇൻഹലേഷൻ്റെ സമയത്ത് ഈ മസിൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തത് ദ സെറാറ്റസ് ആൻറ്റീരിയർ. അതെന്ന് പറയുന്നത് ഒരു ലാർജ് ഫ്ലാറ്റ് ഫാൻ ഷേപ്ഡ് മസിൽസാണ് ബിറ്റ്വീൻ ദ റിബ്സ് ആൻഡ് സ്കാപ്പുല. റിബ്സിൻ്റെയും സ്കാപ്പുലൻ്റെ ഇടയിലായിട്ട് വരുന്ന ലാർജ് ഫ്ലാറ്റ് ഫാൻ ഷേപ്ഡ് മസിൽസാണ്. ഇതെന്തുകൊണ്ടാണ് ആ പേര് വന്നത്?
അതിൻ്റെ ആ റിബ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് സോ ടൂത്ത്ഡ് അപ്പിയറൻസ് ആണ്. അതുകൊണ്ടാണ് അതിന് സെറാറ്റസ് എന്ന് പറഞ്ഞ പേര് വന്നത്. നമ്മൾ ഈ മരയെല്ലാം മുറിക്കുന്ന ഒരു വാള് പോലത്തെ സാധനമില്ലേ, ഈർച്ച വാള, എന്താ അതിനെ പറയാമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിൻ്റെ പല്ല് കാണുന്നില്ലേ, അതുപോലെ ആ സോ ടൂത്ത്ഡ് ആ ഒരു ഷേപ്പാണ് ഈ സെറാറ്റസ് ആൻറ്റീരിയർ മസിലിനുള്ളത്. അതുകൊണ്ടാണ് ഇതിന് സെറാറ്റസ് ആൻറ്റീരിയർ മസിൽ എന്ന് പറഞ്ഞ പേര് വന്നത്. സെറാറ്റസ് എന്ന് പറഞ്ഞാൽ സോ ടൂത്ത്ഡ് എന്നാണ് മീനിങ്. നോട്ട്സ് നിങ്ങൾ ഇത് നോക്കിയിട്ട് എഴുതിയെടുക്കാം, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ആൻറ്റീരിയർ തൊറാസിക് മസിൽസ് 3 സബ്ക്ലേവിയസും പെക്ടറാലിസ് മൈനറും സെറാറ്റസ് ആൻറ്റീരിയറും. ആൻറ്റീരിയർ തൊറാസിക് മസിൽസ് 3 കഴിഞ്ഞു. ഇനി പോസ്റ്റീരിയർ തൊറാസിക് മസിൽസ് 4 ഉണ്ട്. ട്രപ്പീസിയസ്, ലിവേറ്റർ സ്കാപ്പുല, റോംബോയിഡ് മേജർ ആൻഡ് റോംബോയിഡ് മൈനർ. റൈറ്റ് സൈഡിലത്തെ പിക്ചറിൽ ട്രപ്പീസിയസും ലിവേറ്റർ സ്കാപ്പുലയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കാം. ട്രപ്പീസിയസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലാർജ് ഫ്ലാറ്റ് ട്രയാങ്കുലാർ ഷീറ്റ് ഓഫ് മസിൽസ്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ലാർജാണ്, പരന്നിട്ടാണ്, ഫ്ലാറ്റാണ്, ട്രയാങ്കുലാർ ഷീറ്റ്, ട്രയാങ്കുലാർ ഷേപ്പാണ്. എവിടെ നിന്ന് മുതൽ എവിടെ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? എക്സ്റ്റെൻഡിങ് ഫ്രം ദ സ്കൾ ആൻഡ് വെർട്ടിബ്രൽ കോളം മീഡിയലി ടു ദ പെക്ടറൽ ഗേർഡിൽ ലാറ്ററലി. മീഡിയലി സ്കൾ ആൻഡ് വെർട്ടിബ്രൽ കോളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലാറ്ററലി പെക്ടറൽ ഗേർഡിൽ എൻഡ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് സൂപ്പർഫിഷ്യൽ ബാക്ക് മസിൽ. അതായത് നമ്മുടെ ബാക്കിലുള്ള മസിൽസിൽ ഏറ്റവും മുകളിൽ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള മസിലാണ് ഈ ട്രപ്പീസിയസ്. ആൻഡ് കവേഴ്സ് ദി പോസ്റ്റീരിയർ നെക്ക് റീജിയൻ ആൻഡ് സുപ്പീരിയർ പോർഷൻ ഓഫ് ദ ട്രങ്ക്. അതായത് നമ്മളെ നെക്ക് റീജിയൻ്റെ പോസ്റ്റീരിയർ ഭാഗവും ട്രങ്കിൻ്റെ സുപ്പീരിയർ പോർഷനെയും കവർ ചെയ്യും. ദി 2 ട്രപ്പീസിയസ് മസിൽസ് ഫോം എ ട്രപ്പിസോയിഡ്. 2 ട്രപ്പീസിയസ് മസിൽസും കൂടിയിട്ട് ഒരു ട്രപ്പിസോയിഡ് ഫോം ചെയ്യും. ട്രപ്പിസോയിഡ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ഷേപ്ഡ് ക്വാഡ്രാങ്കിൾ. ക്വാഡ്രാങ്കിൾ 4 സൈഡുള്ളതിനെയാണ് നമ്മൾ ക്വാഡ്രാങ്കിൾ എന്ന് പറയുന്നത്. ഡയമണ്ട് ഷേപ്പുള്ള ക്വാഡ്രാങ്കിൾ ഫോം ചെയ്യും. അതുകൊണ്ടാണ് അതിന് ആ പേരും വന്നത്. അടുത്തത് ദ ലിവേറ്റർ സ്കാപ്പുലെ. ലിവേറ്റർ സ്കാപ്പുലെ മസിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നാരോ, നേരിയത്, ഇലോങ്ങേറ്റഡ് മസിൽ, നല്ല നീളമുള്ള ലെങ്ത് ഉള്ളത് ഇൻ ദ പോസ്റ്റീരിയർ പോർഷൻ ഓഫ് ദ നെക്കിൻ്റെ പോസ്റ്റീരിയർ ഭാഗത്ത്. ഈ ലിവേറ്റർ സ്കാപ്പുല എന്ന് പറയുന്നത് ട്രപ്പീസിയസ് മസിൽസിൻ്റെയും സ്റ്റേർണോക്ലീഡോമാസ്റ്റോയിഡിൻ്റെയും ഡീപ്പായിട്ടാണ് ഉണ്ടാവുക. ലാസ്റ്റ് എന്താ പറയുന്നത്, ആസ് ഇറ്റ് നെയിം സജസ്റ്റ് വൺ ഓഫ് ഇറ്റ്സ് ആക്ഷൻ ഈസ് ടു എലിവേറ്റ് ദ സ്കാപ്പുല. എലിവേറ്റ് ദ സ്കാപ്പുല, സ്കാപ്പുലേനെ എലിവേറ്റ് ചെയ്യുന്ന ആക്ഷൻ ഉള്ളത് കൊണ്ട്, ഫങ്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇതിന് ലിവേറ്റർ സ്കാപ്പുല എന്ന് പറഞ്ഞ പേര് വന്നത്. ലിവേറ്റർ സ്കാപ്പുലെ, എലിവേറ്റ് ദ സ്കാപ്പുല. ഓക്കെ. ഈ അവസാനത്തെ 2 മസിൽസ് എന്ന് പറയുന്നത് റോംബോയിഡ് മേജറും റോംബോയിഡ് മൈനറും. ഇറ്റ് ലൈസ് ഡീപ്പ് ടു ദ ട്രപ്പീസിയസ് ആൻഡ് ആർ നോട്ട് ഓൾവേസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഈച്ച് അതർ. ഇത് ട്രപ്പീസിയസിനെയും കാട്ടിയും ഡീപ്പായിട്ടാണ് ഉണ്ടാവുക, അത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റും അല്ല. ഇവിടെ ഞാൻ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കുക കേട്ടോ. ദേ എപ്പിയർ ആസ് പാരലൽ ബാൻഡ് പോലെയാണ് എപ്പിയർ ചെയ്യുന്നത്. ദാറ്റ് പാസ് ഇൻഫീരിയർലി ആൻഡ് ലാറ്ററലി, താഴോട്ടേക്കും ലാറ്ററൽ ഭാഗത്തേക്കും. എവിടെ മുതൽ എവിടം വരെ? ഫ്രം ദി വെർട്ടിബ്രേ ടു ദി സ്കാപ്പുല. പിന്നെ അതിൻ്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് ഇതിനാ പേര് വന്നത്, റോംബോയിഡ്. റോംബോയിഡ് എന്ന് പറഞ്ഞാൽ ആൻ ഒബ്ലിക് പാരലലോഗ്രാം. മേജറിനും മൈനറിനും വന്നത് മൈനറിനെയും കാട്ടിയും 2 times വൈഡർ വീതിയുള്ളതാണ് മേജറിന്. അതുകൊണ്ടാണ് റോംബോയിഡ് മേജർ ഈസ് അബൌട്ട് 2 times വൈഡർ ദാൻ ദി റോംബോയിഡ് മൈനർ. അതുകൊണ്ടാണ് അതിന് മേജറിനും മൈനറിനും പറഞ്ഞ പേര് വന്നത്. ഈ 2 മസിൽസും റോംബോയിഡ് മേജറും റോംബോയിഡ് മൈനറും നമ്മൾ ഈ സ്ലെഡ്ജ് ഹാമർ അല്ലേ, അതായത് നമ്മളിപ്പോൾ ഒരു മുട്ടി കൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ശക്തിയിൽ നമ്മൾ താഴോട്ടേക്ക് അടിക്കുമല്ലോ, ആ സമയത്ത് യൂസ് ചെയ്യും ഈ 2 മസിൽസും. സെയിം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ നോട്ട്സിലുള്ളത്, അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ നോട്ട്സ് നോക്കിയിട്ട് എഴുതിയെടുക്കും കേട്ടോ. അതുപോലെ ടു അണ്ടർസ്റ്റാൻഡ് ദ ആക്ഷൻസ് ഓഫ് ദ മസിൽസ് ദാറ്റ് മൂവ് ദ സ്കാപ്പുല. സ്കാപ്പുലനെ മൂവ് ചെയ്യുന്ന മസിൽസിൻ്റെ ആക്ഷൻസ് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഈ താഴെ കൊടുത്ത ഓരോ മൂവ്മെൻറ്റ്സ് നിങ്ങളൊന്നും കൂടി റിവ്യൂ ചെയ്യണം. ഞാനിത് ഓൾറെഡി മുന്നേ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. എലിവേഷൻ, ഡിപ്രഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ, അപ്വേർഡ് റൊട്ടേഷൻ, ഡൗൺവേർഡ് റൊട്ടേഷൻ, ഇത്രയും മൂവ്മെൻറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ എക്സാമ്പിൾസോട് കൂടിയിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്കൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഈ മസിൽസ് എല്ലാം നിങ്ങൾ അതിൻ്റെ ആക്ഷൻസ് അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഏതൊക്കെ മസിൽസ്? നമ്മളിപ്പോൾ പഠിച്ച മസിൽസ് ഓഫ് ദി തൊറാക്സ് ദാറ്റ് മൂവ് ദ പെക്ടറൽ ഗേർഡിൽ ഏതൊക്കെയാണ്? ആൻറ്റീരിയറും പോസ്റ്റീരിയറും ഉണ്ട്, 3ഉം 4ഉം 7 മസിൽസ് ഉണ്ട്. അതിനെല്ലാം നിങ്ങൾ ഇതിൻ്റെ ആക്ഷൻസ് അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആയിരിക്കും. ജസ്റ്റ് അതിൻ്റെ മുന്നേ നിങ്ങൾ ഈ ഓരോ മസിൽസിൻ്റെയും ഒറിജിൻ, ഇൻസേർഷൻ, ആക്ഷൻ ആൻഡ് ഇന്നർവേഷൻ നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾക്കിത് സെപ്പറേറ്റ് ക്ലാസ് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ മതി, ഞാൻ സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് എടുക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാനിത് ക്ലാസ് ആയിട്ട് എടുക്കാത്തത്. ഇത് മനസ്സിലാക്കിയിട്ട് ബൈ ഹാർട്ട് ആക്കിയിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മസിൽസ് ഓഫ് ദി തൊറാക്സ് ദാറ്റ് മൂവ് ദ പെക്ടറൽ ഗേർഡിൽ പഠിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കട്ടെ. താങ്ക് യു.